വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സൻവിസ് നാച്ചുറൽ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പശുവാണ് ടോപ്പിക്. അപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നാടൻ പശുക്കളെ ഏത് പ്രായമുള്ളതിനെ വാങ്ങുന്നതാണ് നല്ലത്, പിന്നെ എപ്പോൾ കുത്തി വെക്കണം, ഇനി കുത്തിക്കുന്നതാണോ ചവിട്ടിക്കുന്നതാണോ നല്ലത്, അതുപോലെ കുത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വന്നത്. അപ്പം ഫസ്റ്റ് തന്നെ പ്രായം, നമ്മൾ ഏത് പ്രായമുള്ള നാടൻ പശുവിനെ വാങ്ങണം അത് ഓരോരുത്തരും ഇഷ്ടാട്ടോ. നമ്മൾക്ക് എന്താ പറയാ, ചിലവർക്ക് എന്താ പറയാ കച്ചവട മൈൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ചെന പിടിച്ചതിനോ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞതിനോ ആയിരിക്കും വാങ്ങാം. ഇനി ആദ്യമായിട്ട് പോറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ താല്പര്യപ്രകാരം ചിലപ്പം കുട്ടീനെയും പോറ്റാം. അപ്പൊ ഇങ്ങനെ 3 ടൈപ്പ് ഉണ്ട്. ഇനിയിപ്പോ കച്ചവട മൈൻഡ് വെച്ചിട്ട് നിങ്ങൾ എന്താ പറയാ ചെന ഉള്ളതിനോ ഡെലിവറി കഴിഞ്ഞതിനോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും നിങ്ങളോട് ചെന പിടിച്ചതിന് വാങ്ങാനേ ഞാൻ പറയത്തുള്ളൂ. ഡെലിവറി കഴിഞ്ഞതിന് വാങ്ങാൻ ഞാൻ ഒരിക്കലും പറയത്തില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെന പിടിച്ചതിനാണെങ്കിൽ നമ്മൾ കണ്ട് നമുക്കൊരു പരിചയം ഉണ്ടാവും. അതായത് 6 മാസത്തിലാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ നമ്മൾ പശുവായിട്ട് കുറച്ച് മിങ്കിളാവും. അതായത് നമ്മൾ കുറച്ച് നന്നായിട്ട് ഇടപെട്ട് അതിൽ നിന്ന് നമ്മളെ പരിചയമാവും. എന്നാൽ നമ്മൾ ഡെലിവറി കഴിഞ്ഞ ഒരു പശുവിനെയാണ് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് എന്താ പറയാ കറക്കാൻ ഒട്ടും സമ്മതിക്കില്ല. നമ്മളെ പരിചയമില്ലാത്തതുകൊണ്ട് ഒരു വിരൽ പിടിച്ച കളിക്കും, ചവിട്ടും, തൊഴിക്കും, പാല് തട്ടി തീർപ്പിക്കും ഒക്കെ ചെയ്യും. അപ്പൊ എന്താ പറയാ കഴിയുന്നതും നമ്മൾ എന്താ പറയാ നമ്മളെ കുറച്ച് പരിചയമാക്കിയിട്ട് അതായത് ചെന പിടിച്ച പശുവിനായിരിക്കും വാങ്ങുന്നതായിരിക്കും നല്ലത്. അല്ലാതെ നമ്മൾക്ക് ഭയങ്കര റിസ്ക് ആണ് എന്താ പറയാ പശുവിനെയൊക്കെ കറക്കൽ എന്ന് പറയുകയാണെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു പരിചയമില്ലാത്ത പശുവിനെ വാങ്ങുമ്പോൾ നമ്മൾ കാലൊക്കെ കെട്ടി വെച്ചിട്ട് കറക്കേണ്ടി വരും. ഇത് നമ്മുടെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുന്ന കാര്യമായിട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ കഴിയുന്നതും നിങ്ങൾ എന്താ പറയാ ചെന പിടിച്ച പശുവിനെ വാങ്ങാം, അതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഈ ചവിട്ടും പിടിക്കുകയൊക്കെ ചെയ്യുന്ന പശുക്കൾ ഒറിജിനൽ ബ്രീഡാട്ടോ. അതായത് നാടൻ പശുക്കളിൽ നമ്മളെ ചവിട്ടുന്നൊക്കെ ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒറിജിനൽ ബ്രീഡാണ്. ഏത് നാടൻ പശു ആയാലും കറക്കുന്ന ടൈമിൽ ആദ്യമായിട്ട് നമ്മൾ കറക്കുന്ന ടൈമിൽ നമ്മളെ ചവിട്ടും. നമ്മളെ പരിചയം കൂടി ഇല്ലെങ്കിൽ ഭയങ്കരമായിരിക്കും അതിന്റെ എന്താ പറയാ വിരളി കളി. പക്ഷെ നമ്മൾ ആദ്യമേ പരിചയമുള്ള പശുക്കളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ തൊട്ടും തലോടി അതിന്റെ അകിടി പിടിച്ച് അതിന്റെ എന്താ പറയുക കിക്കിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ആദ്യമായിട്ട് പ്രസവിക്കുന്ന പശു ആണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കറക്കുമ്പോൾ അതൊരു വിരൽ പിടിച്ച കളി ചെറുങ്ങനെ കളിക്കുമെങ്കിലും പിറ്റേന്ന് മുതൽ നമുക്ക് നന്നായി വെച്ച് തരും. അപ്പൊ ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ കുത്തി വെക്കണം, നമ്മുടെ നാടൻ പശുക്കളെ എപ്പോൾ കുത്തി വെക്കണം. അപ്പൊ നാടൻ പശുക്കളെ എപ്പോൾ കുത്തിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നാടൻ പശുക്കളെ 2 വയസ്സാവുന്ന സമയത്താണ് മതി ലക്ഷണം കാണിച്ചു തുടങ്ങുന്നത്. അപ്പം ആദ്യത്തെ നമ്മള് കുത്തിവെപ്പ് ആണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ പശുവിനെ കുത്തിവെക്കുകയാണെങ്കിൽ അതിന്റെ 2 മതി ഒഴിവാക്കി 3ാമത്തെ മതിയിൽ കുത്തിവെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ആദ്യത്തെ മതിലക്ഷണത്തിൽ തന്നെ നമ്മൾ കുത്തിവെക്കുകയാണെന്നുണ്ടെങ്കിൽ ബീജത്തിനൊരു എന്താ പറയുക വളർച്ചയോ അംഗവൈകല്യം ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം 2 മതി ഒഴിവാക്കിയിട്ട് 3ാമത്തേൽ കുത്തിവെക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ സാധാരണ നമ്മുടെ നാടൻ പശുക്കള് മതിലക്ഷണം കാണിക്കുക 22 to 23 ദിവസത്തിനുള്ളിലാണ് മതിലക്ഷണങ്ങൾ കാണിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജേഴ്സി പശുക്കളെ പോലെ എല്ലാ വർഷവും നമ്മളെ നാടൻ പശുക്കൾ നമ്മൾ കുത്തിവെക്കാറ് പ്രസവം നടക്കാറില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്മളെ കുട്ടിക്ക് കിടാവിന് 1 വയസ്സായതിനു ശേഷമാണ് അടുത്തത് നമ്മൾ കുത്തിവെപ്പ് എടുക്കുക, അതായത് കുത്തിവെക്കുക നമ്മുടെ പശുവിനെ. അല്ലാതെ ആരും എന്താ പറയാ ഒരു കച്ചവട മൈൻഡിൽ നാടൻ പശുക്കളെ ഉണ്ട് കേട്ടോ, വളർത്തുന്നവരുണ്ട്. അത് ഒരുപാട് പശുക്കളും വേണം, കുറച്ച് നല്ല വലിയ ബ്രീഡ് വേണം. അതായത് ഗിർ, സഹിവാള് അങ്ങനത്തെ അവർക്കൊക്കെയാണ് പാലിന് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാവുക. ഈ നമ്മുടെ കാസർഗോഡ് കുള്ളൻ, വെച്ചൂര് അതിനൊക്കെ 1 ലിറ്റർ 2 ലിറ്റർ 2.5 അങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെയും കുറച്ചധികം പാല് കിട്ടും നമ്മുടെ വടകര പശുവിൽ നിന്ന് മാത്രം കേട്ടോ. അപ്പൊ ഓക്കെ, കുത്തിവെക്കുന്നത് ഞാൻ പറഞ്ഞെന്ന് വിചാരിക്കുന്നു. അടുത്തത് ചവിട്ടിക്കുന്നതാണോ കുത്തിവെക്കുന്നതാണോ നല്ലതെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം 80കളിൽ തന്നെ ചവിട്ടിക്കുന്നത് നിയമലംഘനമാക്കിയിട്ടുള്ള നിയമം വന്നിട്ടുണ്ട്. അതായത് 80കളിൽ തന്നെ ആ നിയമം വന്നിട്ടുണ്ട്. ചവിട്ടിക്കുന്നത് നിയമവിരുദ്ധമാണ്. പക്ഷെ എന്താ പറയാ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ തന്നെ അത് ഇട്ടിരുന്നു അങ്ങനെ ഒരു വീഡിയോ. പക്ഷെ അത് ഡിലീറ്റ് ആയി പോയിട്ട് സെക്ഷൽ കണ്ടന്റ് വന്നിട്ട് നമുക്ക് അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കാളകൾ ഉണ്ടാവുമല്ലോ അതിനെ കൊണ്ട് ചവിട്ടിക്കുക. പക്ഷെ ഇത് ഈ ചവിട്ടിക്കൽ നിർത്തിക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പശുവിന് കാളയ്ക്കായാലും അപകട സാധ്യത കൂടുതലാണ്. ഇൻഫെക്ഷൻ ഭയങ്കരമായിട്ട് മുറിവുകളൊക്കെ വരുന്നുണ്ട് ആ ഒരു ടൈമിൽ. അപ്പൊ അതുകൊണ്ടാണ് ഇത് നിർത്തിവെക്കാൻ കാരണം. പക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മൾ അത്രയും സേഫ്റ്റിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പറ്റും. പക്ഷെ നമ്മുടെ
ഒരേ ബ്രീഡ്, അതായത് കാള ഇപ്പോൾ ഒരു നമ്മുടെ പശുക്കൾ തന്നെ ഉണ്ടാവില്ല, അതായത് ഒരു അമ്മയുടെ കുട്ടി തന്നെ, അത് പക്ഷെ അടുത്ത തലമുറയിലായിരിക്കും നമ്മൾ ക്രോസ് ചെയ്യിപ്പിക്കുക. പക്ഷെ അത് പറ്റത്തില്ല. അതായത് പറഞ്ഞില്ലേ, നമ്മളെ വീട്ടിലുള്ള കാളകളെ കൊണ്ട് അതിൻ്റെ പാരമ്പര്യമുള്ളതിനെ കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് അംഗവൈകല്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ ചെയ്യുന്നത് പോലെ നമ്മളെ വീട്ടിലൊരു കാളുണ്ടായി, നമ്മുടെ അറിയുന്ന ആർക്കെങ്കിലും കാളുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യും കാളുകൾ തമ്മിൽ. നല്ല ബ്രീഡുകളാണെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യും. എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് പരിചയത്തിലുള്ള, അങ്ങനെയായിരുന്നു നമ്മളെ വീട്ടിൽ നിന്നൊക്കെ ക്രോസ്, അതായത് ചവിട്ടിപ്പിക്കല്. അതേപോലെ തന്നെ നമുക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചവിട്ടിപ്പിക്കാം കേട്ടോ. നമ്മളെ പരിചയത്തിൽ നല്ല ബ്രീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും അത്രയും നോക്കിയിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം പശുക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇൻഫെക്ഷനും മുറിവുകളും വരാൻ ചാൻസ് കൂടുതലാണ്. ഇനിയിപ്പോൾ കുത്തിവെക്കുന്ന സെമനാണ് കിട്ടുന്നുണ്ടെങ്കിൽ എന്താ ചെയ്തിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതേ. ഇനിയിപ്പോൾ കുത്തിവെക്കുന്ന കേസ് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, കുത്തിവെക്കാനുള്ള സെമൻ നമുക്ക് ലഭ്യമാവുന്നത് KLD സെമനാണ്. അതായത് നമ്മുടെ കേരള ലൈഫ് സ്റ്റോക്സ് പദ്ധതി വഴിയുള്ള സെമനാണ്. അത് നമ്മുടെ വന്ന് വീട്ടിൽ നല്ല ഒറിജിനൽ ബ്രീഡ് ആയിരിക്കും. അത് വീട്ടിൽ വന്നിട്ട് നമുക്ക് എന്താ പറയുക കുത്തിവെച്ച് തരുന്നതാണ്. നാഷണൽ ലൈഫ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ പ്രൈവറ്റും ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യുന്നതാണ്. കഴിയുന്നതും നമ്മുടെ നാഷണലോ, അതായത് നാഷണൽ ലൈഫ് സ്റ്റോക്കോ അല്ലെങ്കിൽ കേരള ലൈഫ് സ്റ്റോക്കോ ആയിരിക്കും നല്ലത്. നല്ല ബ്രീഡായിരിക്കും നമുക്ക് കിട്ടുക. കുത്തിവെക്കുന്നത് 500 to 1000 ഉള്ളിലാണ് നമുക്ക് വീട്ടിൽ വന്ന് കുത്തിവെക്കുന്നതിൻ്റെ ചാർജ് വരുന്നത്. പിന്നെ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ തന്നെ വിളിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരൊറ്റ തവണയിൽ തന്നെ നമുക്ക് എന്താവും, ബീജമുള്ളിൽ, അതായത് നമ്മളെ കുത്തിവയ്പ്പ് സക്സസ് ആവും. അല്ലെങ്കിൽ എന്താ പറയുക, എക്സ്പീരിയൻസ് ഇല്ലാത്തവർ ചെയ്താൽ പറ്റില്ല എന്നല്ല കേട്ടോ, ഒന്നും കൂടി നമ്മൾ പൈസ കൊടുത്ത് ചെയ്യുന്നതാണല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ ഒന്ന് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ എന്താ പറയുക, കേരളത്തിലെ അങ്ങ് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ളൊരു നാട്ടിൽ ഓരോ പശുക്കളുണ്ട് തനത് ബ്രീഡിൽ. അതായത് നമ്മുടെ കോഴിക്കോടാണെങ്കിൽ വടകര പശു, നമ്മുടെ തിരുവനന്തപുരത്ത് വില്ലാദ്രി, പിന്നെ നമുക്ക് പാലക്കാടാണെങ്കിൽ കുട്ടൻപിള്ള, കാസർഗോഡാണെങ്കിൽ കാസർഗോഡ് കുള്ളൻ. അങ്ങനെ തനത് ബ്രീഡിലുള്ള ഒരുപാട് നാടൻ പശുക്കളുണ്ട്. നമുക്ക് എന്താ പറയുക, നാടൻ പശുക്കളുടെ കാര്യം പറയണമെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. കൂടുതൽ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പിന്നെ കുത്തിവെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ശ്രദ്ധിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നും ശ്രദ്ധിക്കണം, രണ്ട് കാര്യം ശ്രദ്ധിക്കാനുള്ളൂ. ഒന്ന്, പശുവിന് വിരൽ പിടിക്കാതെ ശ്രദ്ധിക്കുക. അതിന് ശാന്തമായ അന്തരീക്ഷം. രണ്ടാമത്തെ അതിന് ശാന്തമായ അന്തരീക്ഷം കൊടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ചോദിച്ചത് ഇതൊക്കെയാണ് നാടൻ പശുവിനെ കുറിച്ച് പറയാനുള്ളത്. ചോദിച്ച ക്വസ്റ്റ്യൻസിന് ഞാൻ ആൻസർ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെന്നെ സപ്പോർട്ട് ചെയ്തേക്കുക. താങ്ക്